സിറോ മലബാർ സഭയുടെ നിർണായക സിനഡ് ആരംഭിക്കുന്നതിന് തൊട്ടു മുൻപ് ആർച്ച് ബിഷപ്പ് പാംപ്ലാനി പക്ഷവും ഏകീകൃത കുർബാന അനുകൂലികളും കത്തീഡ്രൽ ബസിലിക്കയിൽ ഏറ്റുമുട്ടി. മാർപ്പാപ്പയുടെ മാതാവിനെ വരെ പുലഭ്യം പറഞ്ഞായിരുന്നു പള്ളിക്കുള്ളിൽ പാംപ്ലാനി വിഭാഗത്തിന്റെ കയ്യാങ്കളി. ഇതിൽ പ്രതിഷേധിച്ച് പള്ളിയുടെ മുൻഭാഗത്ത് കുർബാന അനുകൂലികൾ മേജർ ആർച്ച് ബിഷപ്പിന്റെയും കോലം കെട്ടിത്തൂക്കി. സ്ഥലത്ത് വൻ പോലീസ് സന്നാഹം ക്യാമ്പ് ചെയ്യുകയാണ്. ഏകീകൃത കുർബാന അർപ്പണം പൂർണ്ണമായും നടപ്പാക്കുന്നതിന് എറണാകുളം അങ്കമാലി അതിരൂപതയ്ക്ക് സമയം നീട്ടി നൽകാൻ കഴിയില്ലെന്ന് വത്തിക്കാൻ വ്യക്തമാക്കിയതോടെയാണ് തണുത്തു കിടന്ന കുർബാന തർക്കം വീണ്ടും ചൂടുപിടിച്ചത്. എറണാകുളം അങ്കമാലി അതിരൂപതയുടെ ആസ്ഥാന ദേവാലയമായ സെന്റ് മേരീസ് കത്തീഡ്രൽ ബസിലിക്കയാണ് പുതിയ പോർമുഖം. ജനാഭിമുഖ കുർബാന അനുവദിക്കില്ല എന്ന തീരുമാനവുമായി കോടതി വിധിയുടെ പിന്തുണയോടെ പള്ളി പിടിച്ചെടുത്ത ഏകീകൃത കുർബാന അനുകൂലികൾ ഡിസംബർ 24 നടന്ന കുർബാനയ്ക്ക് മേജർ ആർച്ച് ബിഷപ്പിനെ പള്ളിയിൽ പ്രവേശിപ്പിച്ചില്ല. സിറോ മലബാർ സഭയുടെ നിർണായക സിനഡ് യോഗം നടക്കുന്നതിന് മുൻപ് ബസിലിക്ക പള്ളി തിരിച്ചുപിടിക്കാനുള്ള ശ്രമത്തിലാണ് മാർപ്പാപ്ലാനി അനുകൂലികൾ. കനത്ത സംഘർഷമാണ് തിങ്കളാഴ്ച ബസിലിക്കയിൽ ഉണ്ടായത്. കത്തോലിക്ക സഭയുടെ പരമാചാര്യനായ മാർപ്പാപ്പയുടെ മാതാവിനെ പോലും വിശ്വാസികൾ ചീത്ത പറഞ്ഞു. സിറോ മലബാർ സഭ മെത്രാൻ സമിതിയുടെ ശൈത്യകാല സമ്മേളനത്തിൽ എറണാകുളം അങ്കമാലി അതിരൂപതയ്ക്ക് വേണ്ടി പുതിയ മെത്രാൻമാരെ തിരഞ്ഞെടുക്കണം. ഏകീകൃത കുർബാന അർപ്പണം പൂർണ്ണമായും നടപ്പാക്കണം. എന്നാൽ തങ്ങൾ നൽകിയ ലിസ്റ്റിൽ നിന്ന് മെത്രാൻമാരെ തെരഞ്ഞെടുക്കില്ല എന്ന സാഹചര്യം ഉണ്ടായതോടെ എറണാകുളത്ത് ഇപ്പോഴും സംഘർഷം നിലനിൽക്കുന്നു എന്ന ധാരണ ഉണ്ടാക്കാൻ ഒരു വിഭാഗം ശ്രമിക്കുകയാണെന്ന് കൽദായ ലോബിയെ പിന്തുണയ്ക്കുന്ന ഏകീകൃത കുർബാന അനുകൂലികൾ പറയുന്നു. ഇരു വിഭാഗവും തമ്മിലുള്ള സംഘർഷം കനത്തതോടെ വൻ പോലീസ് സന്നാഹം സ്ഥലത്ത് ക്യാമ്പ് ചെയ്യുകയാണ്. ന്യൂസ് മലയാളം, കൊച്ചി.